ഞാൻ ഫ്രണ്ടിന്റെ വരെയായിരുന്നു എന്റെ ബാക്ക് സൈഡിൽ ഒഴിച്ചു തന്നു. ഈ വണ്ടി സൈഡിൽ നിർത്തി പുള്ളിക്കാരെ ബാക്കിൽ ഇവിടെ ഒതുക്കിയിരുന്ന വണ്ടിയിലേക്ക് ഇടിച്ച വണ്ടിയില്ല, രണ്ടുപേരും വന്നതാണ് വണ്ടിയിൽ. എനിക്ക് തോന്നുന്നു ആ വണ്ടിയാണ് ഇതിലിടിച്ചതെന്ന് അറിഞ്ഞൂടാ, കണ്ടില്ല നമ്മള്. ഈ വണ്ടി ഇത്ര ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് തട്ടിയതാണെന്ന് തോന്നുന്നു. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലൈവ് നമ്മുടെ പരുത്തിക്കുഴി ഐഷ ഹോസ്പിറ്റലിന്റെ മുമ്പിലായി ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സ്ത്രീ റോഡരിയിലാണ്, ആൾക്കാർ നടിയിലേക്ക് അത് മാറ്റി കിടത്തിട്ടുണ്ട്. നമുക്ക് ലൈവിലേക്ക് വെക്കാൻ ആരും അറിയില്ല. ഐഷ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് ഈ ആക്സിഡന്റ് നടന്നത്. ഏത് വണ്ടിയാണ് പ്രേക്ഷകർ കാണുന്നത്? ഈ വണ്ടിയാണ് KL 20H725 എന്നാണ്. വന്ന സ്ത്രീയാണ്. ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു പരിശ്രമം നടത്താണ്, സ്ഥിരം നടക്കുന്നതാണ്. പോട്ട് ന്യൂസ് ചാനലിലല്ലേ അതിൽ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ കാത്തിക്കഥ ഓട്ടോയിലേക്ക് കൊണ്ടുപോകാം. രണ്ട് വണ്ടിയാണ്. ഇവിടെ പാചകക്കാരാണല്ല. അല്ലാരിഫിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് വിളിച്ച് വരാത്തതുകൊണ്ട് ഓട്ടോയിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അവരെ വീട്ടിൽ വിളിച്ചു. ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇല്ല, നമ്മളിപ്പോ തന്നെ വന്നത്. വന്നപ്പോൾ ഇവര് ഇവിടെ നമ്മളെ പേട്ട പള്ളിമുക്ക്. ഇവര് വേറെ ബൈക്കിലായിരുന്നു. ഇവര് ആറ്റുകയും അവര് വണ്ടി ബുള്ളറ്റ്. രണ്ട് വണ്ടി തമ്മിൽ ഞാൻ ഫ്രണ്ടിന്റെ വരെയായിരുന്നു എന്റെ ബാക്ക് സൈഡിൽ ഒഴിച്ചു തന്നു. രണ്ടുപേരും പരസ്പരം ഇടിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഒരേ സ്ത്രീയാണ് അടിച്ചത്. സ്ത്രീ വണ്ടി സൈഡിൽ നിർത്തി പുള്ളിക്കാരെ ബാക്കിൽ അതെല്ലാം മുമ്പിൽ പോയ സ്ത്രീ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അതിന്റെ പുറകിലായിട്ട് വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? കണ്ട സ്ഥലത്തുണ്ടായിരുന്നു. അതായത് വൺ വേ ആണ്. പക്ഷേ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ ബുള്ളറ്റുകാരൻ ഇടിച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കി. നിങ്ങൾ തേങ്ങ വിടുന്ന എന്തായാലും കരിക്ക് വിടുന്ന ആളാണ്. കരിക്ക് വിടുന്ന ആള് കൂടുതൽ സാക്ഷി എന്ന് പറയുന്നത്. ചേച്ചി ഉണ്ടായിരുന്നോ ഇവിടെ? ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെയുള്ള ആളെന്ന് പറഞ്ഞു? എവിടെയുള്ള ആളെന്നൊന്നും അറിഞ്ഞൂടാ, എങ്ങനെയാണ് സംഭവിച്ചെന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അതിന് നല്ല പരിക്കുണ്ട്. നല്ല പരിക്കുണ്ട്. സ്ത്രീ എവിടെയാണെന്ന് വിളിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് പറഞ്ഞില്ല. അതിന് പുരുഷൻ ഇവിടെ ഉള്ളതാണോ അല്ലേ? ഇവിടെ പരിസരത്തുള്ളതാണ്. അല്ല, ഈ ഒരാൾ പേട്ട വന്ന് വിഴിഞ്ഞാം. ആ സ്ത്രീ ഇവിടെ ഒതുക്കിയിരുന്ന വണ്ടിയിലേക്ക് ഇടിച്ച വണ്ടിയില്ല, രണ്ടുപേരും വന്നതാണ് വണ്ടിയിൽ. എനിക്ക് തോന്നുന്നു ആ വണ്ടിയാണ് ഇതിലിടിച്ചതെന്ന് അറിഞ്ഞൂടാ, കണ്ടില്ല നമ്മള്. ഈ വണ്ടി ഇത്ര ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് തട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ആ സ്ത്രീ ഓടിച്ചു വന്ന വാഹനം. ഇവരുടെ നിർത്തിയപ്പോൾ പുറകിൽ വന്ന് ബുള്ളറ്റുകാരൻ ഇടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതാണ് ആ ബുള്ളറ്റ് KL 01 CB 8220. ഈ ബുള്ളറ്റില് ഇടിച്ച ആളാണ്. രണ്ടുപേർക്കും നല്ല പരിക്കുണ്ട്. എന്നാലും അല്ലാരിഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രേക്ഷകർ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം. സ്ത്രീ പള്ളിമുക്ക് പേട്ടയിലുള്ള സ്ത്രീയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഓടിച്ചു വന്ന പുരുഷൻ ബുള്ളറ്റുകാരൻ ഈ അടുത്ത സമീപത്തുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല മുറിവുണ്ട്, മുഖത്തിന് മുറിവുണ്ട്. എന്നാൽ ഈ ലൈവ് പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്യണം. സ്ത്രീ ഏതാണ് എന്നുള്ളത് ഇപ്പോഴും അറിയാട്ടില്ല. സ്കൂട്ടർ ഇതാണ്. ഇതൊന്നും എന്തായാലും ഷെയർ ചെയ്താൽ ഏകദേശം ആളെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്യണം. KL 20H725 അതുപോലെ അല്ലാരിഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപകടം തുടർക്കഥയാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പരുത്തിക്കുഴി ഭാഗത്തുള്ളത്. പ്രത്യേകിച്ച് സിഗ്നൽ ഇല്ല. ഇതിപ്പോ ഒതുക്കിയിട്ടിരുന്ന വാഹനത്തിൽ പുറകിൽ വന്ന ബുള്ളറ്റുകാരൻ ഇടിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. കൃത്യമായ അറിവില്ല. ഇതിനടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ അപകടം തുറക്കതാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണെന്നുള്ളത് അജ്ഞാതമാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പരമാവധി ഈ ഒരു ന്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക. ആരാണെന്നത് അജ്ഞാതമാണ്. പേട്ടയിലുള്ളതാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്, അറിയത്തില്ല. എന്നാൽ ഈ ന്യൂസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.